കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ സോമവംശ പരമ്പര പാരായണം തുടരുന്നു. പിന്നെ എങ്ങനു ദ്രൂഹ്യുതന്നുടെ തനയന്മാർ ധന്യനാം സഭാനരൻ ചക്ഷുസും പരോക്ഷനും പിന്നയ സഭാനരനന്ദനൻ കാലനരൻ നന്ദനൻ സൃഞ്ജയനം ജനമേ ജയനല്ലോ. സൃഞ്ജയപുത്രനവന്ദനയൻ മഹാശീലൻ അനുജൻ മഹാമനസ്സനുജന്തനിക്കു ശീനരനും തിദിക്ഷുവും ഉശിക്കുതനയന്മാർ ശിബിയും വനൻ ശമിദക്ഷിണനെന്നവർ നാമം ശമിദക്ഷനെന്നവർ നാമം. ശിബിതൻ തനയന്മാർ 4 പേരാകുന്നിതു. മദ്രനും സുവീരനും കേകയൻ വൃഷദർഭൻ ഭദ്രനാം തിദിക്ഷുതൻ ആത്മജൻ ദുശദ്രതൻ തൽസുതനല്ലോ ഹേമൻ സുതപസ്സവൻ മകൻ തൽസുതൻ ബലിയവൻ നിഷ്പുത്രനാകൊണ്ടു നൃപഭാര്യയിൽ ദീർഘതമസാം മഹാമുനി നൃപയാചനാൽ 6 പുത്രരെയുണ്ടാക്കിന. അങ്കനം കലിംഗനും സുമ്മനും പുണ്ട്രന്താനും വങ്കനോ മാന്ത്രന്താനും 6 പേരുടെ നാമം. 6 പുത്രരും 6 ദിക്കിൽ ചെന്നിരിക്കയാൽ 6 പേരുടെ നാമം തദ്ദിക്കിനുണ്ടായി വന്നു. നന്ദനൻ വനവാസ നന്ദക ഭൂവെന്നുടൻ നന്ദനൻ ദിവിരഥൻ തൽസുതൻ ധർമ്മരഥൻ തൽസുതൻ ധർമ്മരഥൻ തൽസുതൻ രോമപാദന പ്രജനായാനവൻ അതിനാൽ ദശരഥനാകിയ നരപതി പുത്രിയാം ശാന്ത തന്നെ രോമപാദനു നൽകി. പുത്രിയായി വളർത്തുവനർഷ്യശൃംഗനു നൽകി. വൃഷ്ടിയില്ലായ മൂലം ഋഷ്യശൃംഗനെ പണ്ടു മട്ടൂലും മാണിമാരും കൊണ്ടുപോയി മായത്താലേ. അന്നേരം വൃഷ്ടിയുണ്ടായി വന്നിതു. രോമപാദമന്നവനപുത്രനായി വന്നതു മൂലം മുനീഷ്ടിയെ ചെയ്യിപ്പിച്ചു പുത്രനെയുണ്ടാക്കിനാൻ. ശിഷ്ടനാം രോമപാദനന്ദനൻ ചതുരംഗൻ ചതുരംഗനോ സുതൻ പൃഥുലാക്ഷനാം നൃപൻ
ചതുരന്മാരായി 3 പുത്രന്മാരവനുണ്ടായി. മുന്നേവൻ മൃഗദ്രഥൻ, പിന്നേവൻ മൃഗൽകർമാവെന്നവൻ. മൃഗദ്ഭാനു 3-മനറിഞ്ഞാലും നന്ദനൻ മൃഗദ്രഥൻ തനിക്കു മൃഗൻ മനസ്സെന്നവനുടെ പുത്രനായതു ജയദ്രഥൻ. തൽപുത്രൻ വിജയനും തൽപുത്രൻ ധൃതവ്രതൻ തൽപുത്രൻ സത്യകർമാവിന്നിതിരഥൻ പുത്രൻ. അവനും ഗംഗാതടേ ക്രീഡിച്ചു നടക്കുമ്പോൾ അവിടെയൊരു പെട്ടിയൊഴുകി വന്ന ശേഷം തുറന്നു നോക്കും നേരമതിലുണ്ടൊരു ബാലൻ. നിറഞ്ഞ തേജസ്സൊടു സർവലക്ഷണത്തോടും കന്യകയായ കുന്തി പെറ്റൊരു സുധനതുധന്യനാം അതിരഥൻ നന്ദനനാക്കി വച്ചാൻ. നാമവും അവനെന്നു കർണനെന്നിട്ടിടിനാൻ. കോമളനവനുടെ നന്ദനൽ വൃക്ഷസേനൽ. നന്ദനൻ ദ്രുഹ്യുവിനു ബഭ്രുമാകുന്നതവൻ. നന്ദനൻ സേതുഭവൻ നന്ദനനാരബ്ധനും. തൽസുതൻ ഗാന്ധാരനും തൽസുതൻ ധർമ്മന്താനും. തൽസുതൻ ധൃതൻ ധൃതനന്ദനൻ ദുർദമനം. തൽസുതൻ വ്രജേതസ്സും അവൻ്റെ തനയന്മാർ ദുസ്വഭാവികളാകും മ്ലേച്ഛന്മാരായി വന്നാർ. പിന്നെ തുർവശ്യുവിൻ്റെ നന്ദനൻ അഗ്നിയവൻ. നന്ദനൻ ഭാസനവൻ നന്ദനൻ ഭാനുമാനം. തൽസുതൻ സുഭാനുവും തൽസുതൻ കരന്ധമൻ. തൽസുതൻ മരുത്തന്നു നന്ദനനില്ലാഞ്ഞവൻ സത്വരം. പുരുവംശജാതനാം ദുഷ്യന്തനെ പുത്രനായി വച്ചുകൊണ്ടു പുരുവംശത്തിൽ ചേർന്നാൻ. ഉത്തമമാകം യദുവംശത്തെ ചൊല്ലിടുവൻ. എത്രയും മുഖ്യമതു ചൊൽകിലും ശ്രവിച്ചാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവ 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 മഹേശ്വര. ഹരേ ദേവി ദേവി മഹേശ്വരി. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ സോമവംശ പരമ്പര പാരായണം തുടരും. നമസ്തേ.